പുറത്തുവന്ന ശബ്ദരേഖ തന്റേതാണെന്ന് സ്ഥിരീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണങ്ങളിൽ പലതും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ സ്ഥിരീകരിക്കുന്നുണ്ട്. രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമില്ലെന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു. രാഹുലിനായി പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. രാഹുൽ കേരളം വിട്ടുപോയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. രാഹുലിനെ പരിചയപ്പെട്ടത് ഭർത്താവുമായി പിരിഞ്ഞ് 5 മാസത്തിന് ശേഷമെന്നും യുവതിയുടെ മൊഴി. അതിജീവിതയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഉടനെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഈ ഒരു ആരോപണം ഉയർന്നതിന് ശേഷം നടന്ന എപ്പോഴൊക്കെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ നിരന്തരമായി രാഹുലിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് ഈ ശബ്ദ സന്ദേശം, ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശം താങ്കളുടേതാണോ, അത് നിഷേധിക്കാൻ കഴിയുമോ എന്നാണ്. അന്നേരമൊന്നും കൃത്യമായ ഒരു ഉത്തരം പറയാതെ അപ്പോഴൊക്കെ മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുലിനെ അതിനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇപ്പോൾ ഇതാ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിലാണ് രാഹുൽ ഈ ശബ്ദ സന്ദേശം തന്റേതാണെന്ന് തന്നെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ പറയുന്നുണ്ട്? ജിൽസി, ഗുഡ് മോർണിംഗ്. അതായത് ജിൽസി ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം തന്നെ, നേരത്തെ എത്രയോ തവണ ഈ ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ആരോപണം, ഈ പരാതി വരുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമപ്രവർത്തകർ എവിടെ കണ്ടാലും ചോദിക്കുന്നത് പുറത്തു വന്ന ശബ്ദ സന്ദേശം രാഹുലിൻ്റെതാണോ, അത് നിഷേധിക്കുമോ, രാഹുലിൻ്റെതാണെന്ന് സമ്മതിക്കുമോ? അങ്ങനെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല. അതെല്ലാം ജനങ്ങളുടെ കോടതിയിലും നീതിന്യായ കോടതിയിലും ഞാൻ പറഞ്ഞുകൊള്ളാം, അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു MLA ആണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ പറയുന്ന യുവതി ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് കേസെടുക്കുന്നു. രാഹുലിന്റെ അറസ്റ്റിന് വേണ്ടിയുള്ള നീക്കം അങ്ങേയറ്റം വേഗത്തിലാക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് രാഹുൽ ഇതുവരെ സമ്മതിക്കാത്ത കാര്യം അതിനകത്ത് സമ്മതിക്കുകയും ചെയ്തത്. യുവതിയുമായിട്ട് തനിക്ക് സൗഹൃദമുണ്ടായിരുന്നു, അത് ഏതൊക്കെ രീതിയിലായിരുന്നുള്ളതിനെ കുറിച്ചൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. ആ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം തൻ്റേതാണ് എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നത്. അപ്പോൾ ഇക്കാലം അത്രയും നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് തൻ്റെ ശബ്ദ സന്ദേശം തന്നെയാണ്, യുവതിയുമായിട്ട് താൻ നടത്തിയ ശബ്ദ സന്ദേശം തന്നെയാണ് പുറത്തു വന്നത് എന്ന് രാഹുൽ സമ്മതിക്കുന്നതോടുകൂടി അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും നാൾ ഉയർന്നു വന്ന എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെയാണ് എന്നുള്ളത് സാധൂകരിക്കപ്പെടുകയാണ്. അതിനുമപ്പുറത്തേക്ക് ഇത്രയും നാൾ നിഷേധിച്ച രാഹുൽ ഇപ്പോൾ കോടതിയിൽ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് യാതൊരു വിധത്തിലുമുള്ള തടസ്സമില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി വേഗം തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകൾ കൂടി ഇന്നലെ മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിടാനുള്ളൊരു സാധ്യത ഇന്നലെ അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നുവെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ട് മറ്റെവിടേക്കും പോയിട്ടില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. പാലക്കാട് ജില്ലയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഇത് പ്രകാരം ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ എത്താനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ വീട് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്താനുള്ള ആലോചന കൂടി ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കാരണം രാഹുലിന് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധ്യത കൂടി തള്ളാതെ അവരിലേക്ക് കൂടി ഈ പറയുന്ന രീതിയിലേക്ക് അന്വേഷണം വിപുലപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെ പരമാവധി വേഗം കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക എന്നതാണ്. തടസ്സമില്ല എന്ന നിയമോപദേശം കിട്ടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതുവരെ കാത്തിരിക്കാതെ ഒരു വ്യാപകമായ തെരച്ചിലും അതിനെ തുടർന്നുള്ള അറസ്റ്റിലേക്കും പോലീസ് നീങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളത് കൂടിയുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള ആരോപണങ്ങളിൽ നിന്നും തൽക്കാലമെങ്കിലും ഇത്തരം ചർച്ചകൾ വഴിമാറി പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒരു കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക, അതോ ജാമ്യ ഹർജി ഒക്കെ പരിഗണിച്ച ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു അവധാനത പോലീസ് കാണിക്കുമോ, ഭരണ നേതൃത്വം കാണിക്കുമോ? ജിൽസി, നിലവിൽ പോലീസ് അങ്ങനെ ഒരു അവധാനത കാണിക്കുമോ എന്നുള്ള ചോദ്യത്തിനകത്ത് പോലീസ് അങ്ങനെ ഒരു അവധാനത കാണിക്കില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇതിനകത്ത് ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കൊടുത്തപ്പോൾ അത് അടിയന്തരമായിട്ട് തന്നെ പരിഗണിക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന്റെ ആവശ്യം. അപ്പോൾ ഇന്ന് ജില്ലാ കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം.